ഹലോ, എല്ലാവർക്കും പർപ്പിൾ പ്ലാറ്റേഴ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൂന്നാമത്തെ ദീപാവലി റെസിപ്പിയായ റവ ലഡ്ഡു. നമ്മൾ ഈ റവ ലഡ്ഡു ഉണ്ടാക്കാൻ വളരെ കുറച്ച് സാധനങ്ങൾ മതി. അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്, പിന്നെ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നത് നോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും എഴുതി വെച്ചല്ലോ, ഇനി നമുക്ക് തുടങ്ങാം. അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ എടുത്തിങ്ങനെ കുറച്ച് കാഷ്യൂ നട്ട്സ്, കശുവണ്ടി, ബദാമും കിഷ്മിഷും. കിഷ്മിഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണക്കമുന്തിരി. അപ്പോൾ ഇതൊക്കെ ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഉണക്കമുന്തിരി ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ ഇങ്ങനെ വീർത്ത് വരും, കണ്ടില്ലേ? ഞാൻ വീർത്ത് ഡാർക്ക് ബ്രൗൺ ആവും, അതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമ്മൾ ലഡ്ഡുവിന് ഒരു ക്രഞ്ചിനെസ് കൊടുക്കും, അത് നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 1.5 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇനി ഈ റവേനെ നമുക്ക് കൈ എടുക്കാതെ തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 4-5 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിന് നല്ലൊരു മണം വന്നു തുടങ്ങും. എന്നിട്ട് പിന്നെ നമ്മൾ ഈ റവ ഉണ്ടല്ലോ, അതിൻ്റെ കളറും മാറി ഒരു നല്ലൊരു ഗോൾഡൻ കളറായി തുടങ്ങും. അതുവരെ നമുക്കിതിനെ റോസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്തു തരുമോ? ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് ഓളാക്കി വെക്കാം. അപ്പം ഞാൻ ഇടുന്ന വെറൈറ്റി ആയിട്ടുള്ള ഈസി റെസിപ്പീസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ കിട്ടും. പിന്നെ സബ്സ്ക്രിപ്ഷന് പേയ്മെൻ്റ് ഒന്നും ഇല്ല കേട്ടോ, ഫ്രീ ആണേ. റവ ഒരു നല്ല ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഫ്രഷ് ആയിട്ട് ചിരണ്ടിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ നാളികേരത്തിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അഡ്ജസ്റ്റ് ചെയ്യാം, കൂട്ടിയോ കുറച്ചോ ഇടാം. നമ്മൾ ഈ ഫ്രഷ് ആയിട്ടുള്ള നാളികേരം ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളെ റവ ലഡ്ഡു ഒന്നും കൂടി ടേസ്റ്റി ആവും. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിക്കാത്ത പഞ്ചസാര ചേർത്താൽ എന്താ കുഴപ്പമെന്ന് അറിയോ? നമ്മൾ എത്ര ഇത് മിക്സ് ചെയ്താലും ഈ തരികൾ ഇതിങ്ങനെ തന്നെ കിടക്കും. എന്നിട്ട് നമ്മൾ ലഡ്ഡു ഉണ്ടാക്കി കഴിക്കുമ്പോൾ ആ തരികൾ നമുക്ക് കടിക്കാൻ കിട്ടും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊടിച്ച പഞ്ചസാര ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടി ചേർക്കുമ്പോൾ നമ്മൾ ഈ റവ ലഡ്ഡു നല്ലൊരു ഫ്ലേവറും മണവും കിട്ടും. ഇനി ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്നൊന്ന് തണുത്ത് കിട്ടാൻ വേണ്ടി നമുക്ക് അതിനൊരു വേറൊരു ബൗളിലേക്ക് മാറ്റാം. പക്ഷേ ഫുള്ളായിട്ട് തണുക്കണതിന് മുമ്പ് നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ 2-3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ചോട്ട് ഒഴിച്ചാൽ മതി. നമുക്ക് ഇതിൻ്റെ ബൈൻഡിങ് നോക്കിയിട്ട് വേണം ബാക്കിയുള്ള പാൽ ഒഴിച്ചു കൊടുക്കാൻ. വേണമെങ്കിൽ ആദ്യം 1 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മളെ കയ്യിൽ വെച്ചൊന്ന് അമർത്തി നോക്കാം. ഇതിൻ്റെ ബൈൻഡിങ് കറക്റ്റ് ആവുന്നുണ്ടോയെന്ന്, നമുക്ക് ഇത് വെച്ച് ലഡ്ഡു ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോയെന്നൊന്ന് നോക്കിയെടുക്കാം. പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ ലഡ്ഡു എങ്ങനെ ഉരുട്ടി ഉണ്ടാക്കേണ്ടതെന്ന് നിങ്ങളെല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ലഡ്ഡു എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 കപ്പ് റവ വെച്ച് ഇവിടെ 15 ലഡ്ഡു ഉണ്ടാക്കിട്ടോ ഞാൻ. പക്ഷേ ഇത് നമ്മളെ കൈൻ്റെ സൈസിനനുസരിച്ചിരിക്കും. എന്തായാലും ഒരു 12 തൊട്ട് 15 ലഡ്ഡു കിട്ടും 1.5 കപ്പ് റവ വെച്ചിട്ടോ. അപ്പോൾ ഈ ദീപാവലിക്ക് ഈ റെസിപ്പിയും കൂടി ഉണ്ടാക്കി നോക്കുക. ബാക്കി കഴിഞ്ഞ ആഴ്ച ഇട്ട റെസിപ്പിയുടെ ലിങ്ക് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഉണ്ടാക്കി ദീപാവലി എൻജോയ് ചെയ്യുക. അപ്പോൾ എൻ്റെ വക എല്ലാവർക്കും ഒരു ഹാപ്പി ദിവാലി. ബൈ ബൈ.